ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ബാങ്കിങ് സെക്ടറിൽ തന്നെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി, നിങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും അതിനുവേണ്ടി പഠിച്ച് കൃത്യമായ രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GIC എന്ന് പറയുന്ന ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു ഇൻഷുറൻസ് സെക്ടറാണ് ഏതെന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി തന്നെയാണ്. അതിന്റെ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. സ്കെയിൽ 1 ഓഫീസേഴ്സിന്റെ പോസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഏകദേശം 50,000 പ്ലസ് സാലറി വരുന്ന ഫസ്റ്റ് സാലറി തന്നെ നമ്മുടെ 50,000 മുകളിൽ വരുന്ന സാലറി പാക്കേജിംഗ് ആണ് ഏതിന് വരുന്നത്, ഈ സ്കെയിൽ 1 ഓഫീസർ പോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും വേണ്ടിയിട്ടുള്ള മെയിൻ പോസ്റ്റാണ്. അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ ആയതുകൊണ്ടാണ് അതിന് എത്രത്തോളം എന്ത് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. സ്കെയിൽ 1 പോസ്റ്റും ആണ്. പോസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹെഡ് ഓഫീസ് ആയിട്ടുള്ള മുംബൈയിലാണ്. കാരണം ഇത് വരുന്നത് GIC എന്ന് പറയുന്നത് എവിടെയാണ്, ശരിക്കും മുംബൈയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ജോബ് പോസ്റ്റിംഗ് വരുന്നത് മുംബൈയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ മുന്നേ ചെയ്യാത്തത്. കാരണം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ജോബ് സാധ്യത കൂടുതൽ. ഇപ്പൊ എക്സാം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ജോബ് കിട്ടുന്നത് എവിടെയായിരിക്കും, മുംബൈയിലായിരിക്കും. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്താണ്, ഇത് എടുത്ത് ചെയ്യുന്നതാണ്, ബാങ്കിങ് സെക്ടറിൽ ജോലികൾ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്താണ് ഈ ഒരു ജോബ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ വെബ്സൈറ്റ് www.gicre.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് 110 ഓഫീസേഴ്സിന്റെ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 110 ഓഫീസേഴ്സാണ്. അപ്പോൾ അത് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് എങ്ങനെയാണ് പോസ്റ്റ് വഴി വാക്കൻസീസ് തിരിച്ചിട്ടുണ്ട്. ഓരോ സ്ട്രീം അനുസരിച്ചാണ്. ജനറൽ സ്ട്രീമുകാർക്കുണ്ട്, IT-കാർക്കുണ്ട്, അതുപോലെ തന്നെ ലീഗലുകാർക്കുണ്ട്, MBBS-കാർക്കുണ്ട്, അങ്ങനെ ഓരോരോ പോസ്റ്റിംഗ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നു തുടങ്ങിയത് ഡിസംബർ 4 മുതലാണ് വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 19 വരെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. 19-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഏതിന് വരുന്നത്, ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ്. സ്കെയിൽ 1 പോസ്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. കാരണം 50,000 രൂപ തന്നെ ആദ്യത്തെ സാലറി കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക അതിന്റെ ആപ്ലിക്കേഷൻ ഫീയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം അത്രയും അർഹനായിട്ടുള്ള, നമ്മളിപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിലല്ലേ നമ്മൾ അത്രയൊക്കെ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫീസ് കൊടുത്ത് നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. അതുകൊണ്ടാണ് 1000+ എന്ന് പറയുന്ന രീതിയിലാണ്, 1000+ GST എന്നുള്ള രീതിയിലാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതിൽ SC ST നമ്മുടെ PWD ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്തില്ല, ഫീസ് ഇല്ല എന്നുള്ളൊരു കാര്യവും ശ്രദ്ധിക്കുക. ഫീമെയിൽസിന് ഫീസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് ജനറൽ OBC EWS എന്ന് പറയുന്ന ബാക്കിയുള്ള എല്ലാ സെക്ഷൻസിനും എന്താണ്, ഫീസ് ഉണ്ട്. 1000+ GST എന്നുള്ളതാണ്. അത്രയും ഇത് കൊടുക്കുന്നത് തന്നെ നിങ്ങൾ പഠിച്ച് റെഡി ആണെങ്കിൽ മാത്രമേ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസംബറിൽ എക്സാം വിളിച്ചു. അത് കഴിഞ്ഞ് എന്നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്, 5/1/2025 ഒന്നാം മാസത്തിൽ തന്നെ, ജനുവരിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമും ആവുകയാണ്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനത്തെ എക്സാംസുകൾ ഉടനെ വിളിക്കും. കാരണം ഇതിനു വേണ്ടി ലോങ് റണ്ണിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലും കൂടെ ചാൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെൻറ്റേറ്റീവ് എക്സാം വരുന്നത് 5/1/2020. ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ അറിയിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും 5/1/2025 എന്നാണ് പറയുന്നത്. എന്തായാലും കോൾ ലെറ്റർ നിങ്ങൾക്ക് 7 days മുന്നേ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ GICയുടെ തന്നെ വെബ്സൈറ്റിൽ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്, ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഓൺലൈൻ വഴിയാണ്, കഫയിൽ ചെന്ന് വേണം ഇതെന്ത് ചെയ്യാൻ. GIC റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി വാക്കൻസീസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഏതൊക്കെ പോസ്റ്റിലാണ് വാക്കൻസി ഉള്ളതെന്ന് ആലോചിക്കുക. ഇപ്പോൾ ജനറൽ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു സ്ട്രീമുണ്ട്. ജനറൽ സ്ട്രീം എന്ന് പറയുമ്പോൾ 18 വാക്കൻസീസ് ആണ് ജനറൽ സ്ട്രീമിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. അതിലങ്ങനെയാണ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ജനറൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ. ഗ്രാജുവേഷനും പിന്നെ എന്താണ് ഡിസൈറബിൾ എന്ന് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരികയാണെങ്കിൽ റഷ് ഉണ്ടെങ്കിൽ അവർ ഡിസൈറബിൾ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ബേസിക് ആയിട്ട് നിങ്ങൾ അറിയുക, ഗ്രാജുവേഷൻ ഇൻ 60% മാർക്സ് ഫോർ ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്
എന്ത് ചെയ്യാൻ പറ്റും, 60% ഗ്രാജുവേഷനിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 55% ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MBA ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ പ്രിഫറബിൾ ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി അടുത്ത് ലീഗലിലാണെങ്കിൽ 9 വേക്കൻസിയാണ് വരുന്നത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതിന് വേണം, LLBയിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ലോയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ വിത്ത് 60% മാർക്കാണ് ജനറൽ OBCക്ക്, SC/STക്ക് 55%. അവിടെ എന്തുണ്ട്, LLM അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, സിവിൽ സൈബറിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടെ അതെന്താണ് ഒരു ഡിസൈറബിൾ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലീഗലൊക്കെ പഠിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ലോ ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത HR എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ 60% മാർക്കിൽ ഉണ്ടായിരുന്നാൽ മതി ജനറൽ OBCക്ക്, 55% SC/STക്ക്. പിന്നെ എന്താണ് പ്രിഫറബിൾ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനീയറിംഗ് വരുന്നത് മറൈൻ 1, എയറോനോട്ടിക്കലിന് ഒരു പോസ്റ്റ്, മെക്കാനിക്കലിന് 1, സിവിലിന് 1, ഇലക്ട്രിക്കലിന് 1, ഇങ്ങനെ 5 കാറ്റഗറീസിനും ഒരു വാക്കൻസി വീതമാണ് 5 വാക്കൻസി തന്നിക്കുന്നത്. അത് ഏത് ഇതിലാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൽ എന്തുണ്ടായിരിക്കണം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവണം എന്നൊരു കാര്യമാണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതായത് ഇപ്പോൾ സിവിൽ ആണെങ്കിൽ സിവിലിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിന് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ മറൈൻ ആണെങ്കിൽ അതിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് കുറച്ചും കൂടെ ഡിസൈറബിൾ എന്ന് പറയുന്നത് അതിൽ എന്തുണ്ടായിരിക്കണം, മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. സെയിം പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ്, 60% ജനറൽ OBC കാൻഡിഡേറ്റ്സിനും SC/STക്ക് 55%. ഓക്കെ, അടുത്ത് വരുന്ന സെക്ടർ IT ആണ്. ITക്ക് 22 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. IT ഒരു മെയിൻ ഫീൽഡായിട്ട് അവർ എടുക്കുന്നുണ്ട്. ITയിലെ ഒരുപാട് കമ്പോണൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സോഫ്റ്റ്വെയർ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ട് അവർ എന്ത് ചെയ്യും എടുക്കുമെന്നുള്ളൊരു കാര്യമാണ്. ബാച്ചിലേഴ്സ് ഇൻ എന്താണ് BTech എടുത്തിട്ടുള്ളവർ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസിലോ, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മിനിമം 60% മാർക്കാണ് ജനറൽ OBCക്ക്. അങ്ങനെ ഉണ്ട്. അതായത് ITയുടെ ഏതെങ്കിലും ഒരു ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിത്ത് ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് എനി ഗ്രാജുവേറ്റ് വിത്ത് മിനിമം 60% മാർക്സ് ആൻഡ് പിന്നെന്താണ് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് മിനിമം 60% മാർക്ക്. അപ്പോൾ എനി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്താലും നിങ്ങൾക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ എസെൻഷ്യൽ സ്കിൽസ് ആയിട്ട് പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ബാച്ചിലേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാമെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ പ്രിഫറബിൾ ആയിട്ട് അവർ എടുക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ബാച്ചിലേഴ്സ് ഉള്ളവരെയും എടുക്കും എന്നുള്ളൊരു കാര്യമാണ്. പരീക്ഷ ക്വാളിഫൈ ആവുന്നവർക്കായിരിക്കും അത് കൂടുതൽ പ്രിഫറബിൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് IT പ്രോജക്ട്സുകളിൽ ഈ എത്തിക്കൽ ഹാക്കിംഗ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സൈബർ സെക്യൂരിറ്റി പോലെയുള്ള സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കാര്യങ്ങൾ നിങ്ങൾ അഡീഷണലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആക്ച്വറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് 10 ആക്ച്വറി എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഉണ്ട്. നമ്മുടെ ബാങ്കിങ് സെക്ടർ, ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് എല്ലാം കൂടെ കലർന്നൊരു സബ്ജക്റ്റാണ് ആക്ച്വറി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലസ് മാത്സ് എന്ന് പറയുന്ന ഫിനാൻസ് സെക്ടറിൽ വരുന്ന എക്കണോമിക്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആക്ച്വറി എന്ന് പറയുന്നത്. അതിനും 10 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ ആക്ച്വറി ആണ് ചോദിക്കുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത്. മിനിമം 7 പേപ്പേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറി സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി പിന്നെ പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിൽ നിന്ന് 20 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ്, കാരണം ഇൻഷുറൻസ് സെക്ടർ ആയതുകൊണ്ട് ഇൻഷുറൻസിൽ നിന്ന് 20 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഇതിന് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. പിന്നെ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ജനറൽ ഇൻഷുറൻസിലോ റിസ്ക് മാനേജ്മെന്റിലോ ലൈഫ് ഇൻഷുറൻസിൽ നിന്നൊക്കെ എടുത്തവരാണെങ്കിൽ കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും അത് ശ്രദ്ധിക്കുക. ഒന്നി നിങ്ങൾക്ക് ഗ്രാജുവേഷനും വേണം, പിന്നെ അതുതന്നെ അതിൻ്റെ ഒപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം കേട്ടോ. ഡിപ്ലോമ ഇൻ ജനറൽ ഇൻഷുറൻസോ റിസ്ക് മാനേജ്മെൻറ്റോ എന്തിലെങ്കിലും ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ മെഡിക്കലിൽ നിന്ന് 2 വാക്കൻസി, MBBS ഡിഗ്രി വിത്ത് മിനിമം 60% മാർക്ക് ജനറൽ OBC കാൻഡിഡേറ്റ്സിനും 55% SC/ST കാൻഡിഡേറ്റ്സിനും. അതിൽ നിങ്ങൾ ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. മെഡിക്കലിൽ MBBS കഴിഞ്ഞവർക്ക് 2 ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ഫിനാൻസിൽ നിന്നായാലും 18 ചാൻസ് ആണുള്ളത്. അത് BCom വിത്ത് 60% മാർക്ക് ഫോർ ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സ് ആണ്. BCom ഉള്ളവർക്കാണ് ഫിനാൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, MBA ഫിനാൻസ് ചെയ്തവർക്ക് ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട്. MBA ഫിനാൻസോ CFAയോ
CA അങ്ങനെ എന്തെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വയ്ക്കാൻ പറ്റുന്നതാണ്. MCOM ഒക്കെ കഴിഞ്ഞവർക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇതാണ് IT സ്കിൽസ് എന്ന് പറയുന്നത്. ഒന്നീ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയി കഴിഞ്ഞാൽ വെൽ വേഴ്സ്ഡ് ഇൻ C++ഓ നെറ്റോ ജാവയോ ജാവാസ്ക്രിപ്റ്റോ പൈത്തണോ SAP അത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാമെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്യാരക്ടറാണ്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് പോലെയുള്ള ലിനക്സ് സിസ്കോ IOS കമാൻഡ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതും വയ്ക്കാം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഡേറ്റാ സെന്റർ ഓപ്പറേഷൻസ് സിസ്റ്റം മാനേജ്മെന്റ് OS കമാൻഡ്സ് ലിനക്സ് പവർ ഷെൽ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും ഡിസൈറബിൾ ആയിട്ട് വയ്ക്കാമെന്നുള്ളതാണ്. IT ഫീൽഡിൽ എന്തെങ്കിലും നിങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. പ്രിഫറബിൾ ആണ് കേട്ടോ. എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് പറയുന്നത്. പിന്നെ എന്താണ് ഈ എന്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ വച്ചാലും ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. 1/11/2024 തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ടായിരിക്കണം. നവംബർ എന്ന സമയത്തിലാണ് ഇത് വച്ചിരിക്കുന്നത് കേട്ടോ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസബിൾ ആണ്. പിന്നെ കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ എനി സ്ട്രീം, ഏതൊരു സ്ട്രീമിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഇൻഷുറൻസ് സെക്ടറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിൽ വേണം? കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. നിങ്ങൾ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളവരായിരിക്കണം. അത് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. കാരണം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും കമ്പ്യൂട്ടറിൽ ഇപ്പോൾ പവർ പോയിന്റ് MS വേർഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ കുറച്ചും കൂടെ നോളജ് ഉള്ളവരായിരിക്കണം എന്നുള്ളൊരു പ്രിഫറബിൾ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത റിസർവേഷൻ വരുന്നത് ജനറൽക്കാർക്ക് 43 വാക്കൻസി, OBCക്ക് 34 വാക്കൻസി, SCക്ക് 15, STക്ക് 10 വാക്കൻസി, EWSന് 6 വാക്കൻസി, അങ്ങനെ ടോട്ടൽ 108 വാക്കൻസീസ് ആണ് പറയുന്നത്. പിന്നെ വരുന്നത് ബാക്ക്ലോഗ് വാക്കൻസിയാണ്. ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രീവിയസ് ഇയർ വിളിച്ചിട്ട് കുറേയൊക്കെ ഫില്ല് ആവാതെ കുറേയൊക്കെ ബാക്കി കിടക്കും. നിങ്ങൾക്ക് ചിലർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, അതിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സെലക്റ്റഡ് ആവാത്ത ആൾക്കാരെ വീണ്ടും എന്ത് ചെയ്യും? അടുത്ത റിക്രൂട്ട്മെന്റ് വിളിക്കുമ്പോൾ ആ പോസ്റ്റുകൾ വീണ്ടും ഇട്ടിട്ട് എടുക്കുന്നതിനാണ് ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ റെഗുലർ വാക്കൻസി മാത്രം നോക്കിയാൽ 108 വാക്കൻസി ഉള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സ്ട്രീമിൽ നിന്ന് 2 വാക്കൻസി വിളിച്ചിട്ടുള്ളത്, ഒന്ന് ST കാൻഡിഡേറ്റ്സിനും ഒന്ന് EWSനും ആണെന്ന് ആലോചിക്കുക. വിത്തൗട്ട് റിട്ടൺ എക്സാമിനേഷൻ. ഇവർക്ക് എന്തില്ല? റിട്ടൺ എക്സാമിനേഷൻ ഇല്ല. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഒരു ടയർ എക്സാമിനേഷൻ തന്നെയാണുള്ളത്. പിന്നെ വരുന്നത് പേഴ്സണൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സെഷനാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെഷൻ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത്ര സെഷനേ ഉള്ളൂ നമുക്ക്. അപ്പോൾ മെഡിക്കൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഫസ്റ്റ് ടയർ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. കാരണം നിങ്ങൾ MBBS ആണല്ലോ പഠിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഏജ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 1/11/2024 നിങ്ങളുടെ വയസ്സ് എന്ന് പറയുന്നത് 21-നും 30-നും ഇടയ്ക്കായിരിക്കണം. 1/11/2024 നിങ്ങളുടെ വയസ്സ് എന്ന് പറയുന്നത് 21-ഉം 30-ഉം ആയിരിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് 2/11/1994-നും 1/11/2003-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങളെന്നുള്ള കാര്യം ആലോചിക്കുക. പ്ലസ് നിങ്ങളുടെ റിലാക്സേഷൻ ശ്രദ്ധിക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ SC അല്ലെങ്കിൽ STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ ഇളവ്, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ ഇളവ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 വർഷത്തിന്റെ ഒഴിവ്, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 ഇയേഴ്സ്, വിഡോ ആൻഡ് ഡിവോഴ്സ് വിമൺ ആണെങ്കിൽ 9 വർഷം, എക്സിസ്റ്റിംഗ് കൺഫേംഡ് എംപ്ലോയീസ് GICയിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് നിങ്ങളെങ്കിൽ 8 വർഷത്തിന്റെ ഇളവും കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം അവിടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ മെഡിക്കലിന് മാത്രമാണ് എന്തില്ലാത്തത്, റിട്ടൺ എക്സാമിനേഷൻ ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും ഓൺലൈൻ ടെസ്റ്റ് എഴുതേണ്ടി വരും. അതാണ് ജനുവരിയിലാണെന്ന് വന്ന് പറയുന്നത്. ഓൺലൈൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സെഷൻ അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ പ്ലസ് എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് വരുന്നത് കേട്ടോ. അത് ആലോചിക്കുക. ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ചോയ്സ് ഓഫ് സെന്റർ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ്. നിങ്ങൾക്ക് എവിടെ വേണം റിട്ടൺ ടെസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. റിട്ടൺ ടെസ്റ്റ് എവിടെ വരും? കേരളയിലാണെങ്കിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ആയിരിക്കും നിങ്ങളുടെ സെന്റർ വരുന്നത് കേട്ടോ. കർണാടകയാണെങ്കിൽ ബാംഗ്ലൂരും മംഗളൂരും ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാടാണ് നോക്കുന്നതെങ്കിൽ ചെന്നൈയിലുണ്ട്, കോയമ്പത്തൂറുണ്ട്, മധുരയുണ്ട്, തിരുനെൽവേലിയുണ്ട്. ഓക്കെ, ഇത്രയും സെന്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പം ദൂരോട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഏകദേശം ഉണ്ടായിരിക്കും കേട്ടോ. മുംബൈയിലൊക്കെ സെന്റേഴ്സ് ഉണ്ട്. അത് നമുക്കിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോഴിക്കോടും ആണ് ഉള്ളത്, ബാംഗ്ലൂരും ഉണ്ട്, അതുപോലെ ചെന്നൈയിലും ഉണ്ടെന്ന കാര്യം ആലോചിക്കുക. ഇതെന്ത് ചെയ്യുക? നമ്മുടെ സെന്റേഴ്സ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ജനറൽ സ്ട്രീം കാൻഡിഡേറ്റ്സിന് സ്പെഷ്യലൈസ്ഡ് സ്ട്രീമാണ് IT, ലീഗല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അല്ലാണ്ട് ജനറൽ സ്ട്രീമുകളുണ്ട്. ജനറൽ സ്ട്രീമുകാർക്ക് എന്താണ്? പാർട്ട് A എന്ന് പറയുന്നത് ഹയർ ഓർഡർ റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് തിങ്കിങ് ആണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാം ഓൺലൈൻ ടെസ്റ്റ് ആണ് കേട്ടോ. 40 മാർക്കിനാണ് ചോദിക്കുന്നത്. 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനാണ് ചോദിക്കുന്നത്. പാർട്ട് B എന്ന് പറയുന്നത് എന്താണ്? റീസണിങ് ആണ്, നോർമൽ റീസണിങ്. മറ്റൊന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട റീസണിങ് ആയിരിക്കും ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. പാർട്ട് B വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിങ്ങും
അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമറും വൊക്കാബുലറിയും ഫോക്കസ് ചെയ്തുകൊണ്ടും പിന്നെ GKയും അതുപോലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്ന 4 സബ്ജക്റ്റാണ് പാർട്ട് ബിയിൽ വരുന്നത്. റീസണിങ്, ഇംഗ്ലീഷ്, GK, മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി അത് പാർട്ട് സി ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ട് സി ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതും ഓൺലൈൻ ടെസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യേണ്ട സാധനമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എസ്സേ അല്ലെങ്കിൽ പ്രിസൈസ് അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ചോദിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് നിങ്ങളത് ചോദിക്കുന്ന 30 ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 30 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ടോട്ടലി 123 ക്വസ്റ്റ്യൻസ് 150 മാർക്കിനായിരിക്കും വരുന്നത്. നിങ്ങളുടെ ആ ഒരു സെക്ഷനിങ് ആയിരിക്കും വരുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സ്പെഷ്യലിസ്റ്റ് സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് എ വരുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ്. ലീഗൽ ആണെങ്കിൽ ലോയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. IT ആണെങ്കിൽ IT സെക്ടറിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആക്ച്വറി ആണെങ്കിൽ ആക്ച്വറിയുടെ കാര്യങ്ങളായിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ സെക്ഷൻ അനുസരിച്ച് നിങ്ങളുടെ പാർട്ട് എ മാറിക്കൊണ്ടിരിക്കും. ഏതാണോ നിങ്ങളുടെ റിലവൻറ്റ് ഡിസിപ്ലിൻ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് സെയിം ആണ്. റീസണിങ്, ഇംഗ്ലീഷ്, GK, മാത്സ് പ്ലസ് കമ്പ്യൂട്ടർ ലിറ്ററസി എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. പാർട്ട് സിയും സെയിം ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, എസ്സേ പ്രിസൈസ് അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനുള്ളത്. ഇത്രയും എന്താണ് 123 ക്വസ്റ്റ്യൻ 150 മാർക്കിന് തന്നെയാണ് വരുന്നത്. മിനിമം ക്വാളിഫയിങ് മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് വരുന്നത് 1/4 മാർക്ക് എന്ന രീതിയിലാണ്. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്രയും പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. അത്യാവശ്യം നിങ്ങൾ ബാങ്കിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഫസ്റ്റ് എന്താണ് സ്കെയിൽ 1 റാങ്കിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യമാണ് നമുക്കിന്ന് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ഫീസിൻ്റെ സ്ട്രക്ചറും ഇവിടെ നമുക്കൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫീസിൻ്റെ സ്ട്രക്ചറും ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം, ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ അപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട് 1000 ആണ് കേട്ടോ. 1000 ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. കാണുന്നുണ്ടോ, നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആയിട്ടുള്ള 1000 രൂപയാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. പ്ലസ് GST 18% കൂടെ കൊടുക്കേണ്ടി വരും. ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. https://gice.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് അതെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിക്ലറേഷനും കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അടുത്തുള്ള കഫേയിൽ ചെന്നിട്ട് വല്ലതും ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ 1000 റുപ്പീസ് മുടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ അത്രയും കഴിവുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം അതിൻ്റെ ബേസ് എങ്കിലും അറിയാവുന്നവർ മാത്രമേ കൊടുക്കാവൂ. ചുമ്മാ ചാടിക്കേറിയൊന്നും കൊടുക്കരുത്. അപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഡീറ്റെയിൽഡ് PDF ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. മനസ്സിലാക്കിയിട്ട് 19-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.